ഹലോ ഹായ് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. മസാലക്കറിയാണ്, കടല മസാലക്കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കടലയ്ക്ക് വേണ്ട ചേരുവകളാണ് 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി അരിഞ്ഞത്, 2 ചെറിയ സവോള അരിഞ്ഞത്. നമുക്ക് തുടങ്ങാം. നമുക്ക് താളിക്കാം. എണ്ണ നന്നായി ചൂടായി, കടുകിട്ടു, രണ്ട് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളി ഒന്ന് നന്നായി ചുവന്ന കളറാവുന്നവരെ, ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിടാം. ഉള്ളി ഒന്ന് വഴറ്റി വരാം. ഉള്ളി നന്നായി ബ്രൗൺ കളർ വരെ വഴറ്റി കൊടുക്കാം. നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. നന്നായി വഴറ്റി കൊടുക്കുക. ആ എണ്ണ ഇനി വരും കേട്ടോ. എണ്ണ മേലേക്ക് ഇങ്ങനെ ആയി വരും. നന്നായി വഴറ്റി കൊടുത്ത് ആവട്ടെ. കടല നമ്മൾ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായി വേവിച്ച് വെക്കണം. മസാലക്കടലയാണ്. നമുക്ക് പൊടി ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവ് ആവശ്യത്തിന് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ മുളക് പൊടി അധികം എരിവ് ഇഷ്ടമല്ലാത്ത കാരണം 1 സ്പൂണുള്ളത്. ഗ്യാസ് ഒന്ന് കമ്മിയാക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിടുക ആദ്യം. ഒക്കെ വേണമെങ്കിൽ ഇടാം. 1/2 ടീസ്പൂണേ ഇട്ടുള്ളൂ. കുറച്ച് നമ്മൾ തേങ്ങയൊന്നും അരക്കില്ല. മസാലക്കറിക്ക് തേങ്ങ അരക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ. കടല നമുക്ക് കൊട്ടാം. ഇനി നന്നായിട്ട് തിളച്ച് എല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം കടല. അപ്പോഴേ നമുക്ക് കടലയിൽ ഉപ്പ് പിടിക്കും. ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കടല വേവിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി വരുമ്പോൾ കടലയിലേക്ക് കുട്ടികൾ 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ ഒരു മണത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല മണം കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡിയായി. കടലക്കറി റെഡിയാവും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, പുട്ടും കടലക്കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണം. ഒപ്പം
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ